ഹേയ് ഗൈസ്, റീസെൻ്റ്ലി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കുട്ടി 2-3 വീഡിയോസിൽ റിപ്പീറ്റഡ് ആയിട്ട് കമൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടി അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് പ്ലമ്മിൻ്റെ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയുമെന്നായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആ കുട്ടി ഉദ്ദേശിച്ചത് പ്ലമ്മിൻ്റെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ഓരോരോ ക്രിയേറ്റേഴ്സ് വീഡിയോസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് റേഞ്ചിൽ വരുന്ന ഫേസ് വാഷ് അതായിരിക്കും ആ കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫേസ് വാഷ്, ടോണർ, സെറം ആൻഡ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇല്ല, ഈ 4 എൻ്റെ ഉണ്ട്. അപ്പോൾ ഈ ഹൈപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വർക്ക് ആവുന്നുണ്ടോ, അതുപോലെ തന്നെ ഇത് ഓയിലി സ്കിന്നിനൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെയൊക്കെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ എന്താണ് ഇത്ര ലേറ്റ് ആയെന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരു റിയൽ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് ആഗ്രഹമുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ടൈം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നിലവിൽ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയതായിട്ടുള്ള ഈ 3 പ്രോഡക്റ്റേ ഉള്ളൂ. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടോണർ വരുന്നുണ്ട്, സൺസ്ക്രീൻ വരുന്നുണ്ട് ആൻഡ് സെറം വരുന്നുണ്ട്. ഫേസ് വാഷ് ഉണ്ടായിരുന്നു, പക്ഷേ ഫേസ് വാഷ് ഞാൻ അമ്മയ്ക്കും അനിയത്തിക്കുമായിട്ട് യൂസ് ചെയ്യാൻ കൊടുത്തു. അവരാണ് ഉപയോഗിച്ചത്. അതൊക്കെ യൂസ് ആക്കിയിട്ട് അതിൻ്റെ ആ ട്യൂബൊക്കെ കളഞ്ഞു. അപ്പോൾ പിന്നെ അത് എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം. ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഞാൻ റിവ്യൂ പറയാം. ഫേസ് വാഷിലും സൺസ്ക്രീനിലും 2% നിയാസിനമൈഡ് പ്ലസ് റൈസ് വാട്ടറാണ് വരുന്നത്. ടോണറിൽ 3% നിയാസിനമൈഡും വരുന്നുണ്ട്. സെറത്തിൽ 10% നിയാസിനമൈഡാണ് വരുന്നത്. അപ്പോൾ ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അതുപോലെ തന്നെ ജെൻറ്റിൽ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഒരുപാട് പത വരുന്ന അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. പിന്നെ അവർ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു മോയ്സ്ചർ നിലനിർത്താൻ, സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്താൻ, മീൻസ് ചില ഫേസ് വാഷ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്കിന്ന് ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെയുള്ളത് കുറച്ച് പാടായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ അങ്ങനെ ഡ്രൈ ആവുകയും വലിയുകയും അങ്ങനെയൊന്നും ഫീൽ ആവുന്നില്ല. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല. ഒരു പരിധിക്കപ്പുറം ഓയിൽ റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ 4 പ്രോഡക്റ്റും ടെസ്റ്റ് ചെയ്തിട്ട്, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. 24 hours വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് 4 പ്രോഡക്റ്റ്സും. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തോ അങ്ങോട്ട് സെറ്റായില്ല. അതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് നിർത്തി. എന്നിട്ട് ഞാൻ കൊടുത്തത് മേ ബി ഇതൊരു നിയാസിനമൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആക്നെ മാർക്സ്, പിന്നെ ഓപ്പൺ പോൾസ്, അങ്ങനെ പിന്നെ ഓയിൽ റിഡക്ഷൻ, ഫേസിലെ പിമ്പിൾസ് കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതെനിക്ക് ബെറ്റർ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതെനിക്ക് പറയുന്നതിൽ എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് പ്ലം ബ്രാൻഡിൻ്റെ ഒരു കൊളാബറേഷനായിട്ടാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്, ഈ 4 എണ്ണം. അതുകൊണ്ടാണ് എനിക്ക് മോയ്സ്ചറൈസർ കിട്ടാഞ്ഞത്. അവർ ഈ പ്രോഡക്റ്റ് തന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് അതിനാണ് ഞാൻ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് കുറച്ചധികം നാൾ ഞാൻ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനൊരു നോൺ സ്പോൺസേർഡ് റിവ്യൂ എനിക്ക് ചെയ്യാൻ തോന്നി. ഇപ്പോൾ ഇത്രയും സാധനങ്ങളുടെ ആണെങ്കിലും പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതലുണ്ട് എല്ലാ പ്രോഡക്റ്റിനും. പ്രത്യേകിച്ച് ഇതിൻ്റെ സെറത്തിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇനി നമുക്ക് ടോണറിലേക്ക് പോവുകയാണെങ്കിൽ ടോണറിൽ ഇങ്ങനെ ഒരു സ്പ്രേ ചെയ്യുന്ന സംഭവമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത്രത്തോളം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. ഒരു 1/4 ഭാഗം അത്ര ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു വാട്ടറി കൺസിസ്റ്റൻസി അല്ല, ഒരു ശകലം ഒരു തിക്നെസ് ഉണ്ട്. അത് മേ ബി റൈസ് വാട്ടറിൻ്റെ കണ്ടൻറ്റ് വരുന്നതുകൊണ്ടായിരിക്കും. റൈസ് വാട്ടറിന് ഒരു കൊഴുകൊഴുപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ ഇത് ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല, കുറച്ച് സമയമെടുക്കും. എല്ലാ ടോണറും എടുക്കാൻ ഒരു സമയം എടുക്കും. പക്ഷേ ഇത് കുറച്ച് തിക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. ഇത് അവർ ക്ലെയിം ചെയ്യുന്ന, പ്ലം എന്ന് പറയുന്ന ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ റിഡക്ഷൻ, അതുപോലെ തന്നെ ബ്ലെമിഷസ്, മാർക്സ് അതൊക്കെ ഒന്ന് ഫെയ്ഡ് ആക്കും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ഹൈഡ്രേഷനും കൊടുക്കും എന്നാണ് പ്ലം ഇത് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് ഇതെനിക്ക് അങ്ങനെ വർക്കായി എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടോണർ വർക്ക് ചെയ്ത പരിപാടി. ഇനി നെക്സ്റ്റ് വന്നിട്ട് സെറമാണ്. സെറം എന്ന് പറയുന്നതിനകത്ത് 10% ആണ് നിയാസിനമൈഡ് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസിൽ തന്നെ ബ്ലെമിഷസ് ഫെയ്ഡ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്നാണ് ഇവർ ക്ലെയിം ചെയ്തേക്കുന്നത്. ഇത് 15 ml ആണ് വരുന്നത്. 15 ml എനിക്ക് തോന്നുന്നു 200-300 ആ റേഞ്ചാണ് വരുന്നത്. 30 ml നിയർ 500 സംതിങ് ആണ് വരുന്നത്. ഇത് ഡേയിലും നൈറ്റിലും യൂസ് ചെയ്യണം. ഒരു 2-3 തുള്ളി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനത്തെ പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്.
എടുക്കുന്നില്ല, കുറച്ച് മെസ്സിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഞ്ഞിവെള്ളം കുറുക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നത്. വൈറ്റ് കളറാണ്. അതുമല്ല ഇത് കുറേ നാളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ മട്ടടിഞ്ഞത് പോലെ, മീൻസ് ഇതിങ്ങനെ സെറ്റിൽ ഡൗൺ ആയിട്ട് അതിൻ്റെ പാർട്ടിക്കിൾസ് അടിയിൽ അടിഞ്ഞു കിടക്കുന്ന പോലെ കാണാറുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, നോൺ കോമഡോജനിക് ആണ്, മീൻസ് നിങ്ങളുടെ പോയ്സ് ഒന്നും ക്ലോഗ് ആവത്തില്ല, ആൻഡ് 100% വീഗൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് നിർത്തി. 1-2 പ്രാവശ്യം അല്ല, അത്യാവശ്യം കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്തു ഈ സാധനം വർക്കാവുമോ എന്നറിയാൻ വേണ്ടി. ഞാൻ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു പാച്ച് ടെസ്റ്റ് എല്ലായ്പ്പോഴും വർക്കാവണം എന്നില്ല. പിന്നെ ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഇത് തിക്ക് കൺസിസ്റ്റൻസിയിലായതുകൊണ്ട്. പിന്നെ ഇവരിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സെറം യൂസ് ചെയ്ത ഉടനെ, ഏത് സെറം യൂസ് ചെയ്താലും മോയ്സ്ചറൈസറിൻ്റെ മുമ്പേ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. പക്ഷേ ഇവരുടെ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാനതല്ലായിരുന്നു യൂസ് ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഞാൻ വേറെ മോയ്സ്ചറൈസർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പിമ്പിൾസ് വരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ആ കുട്ടി പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തു, എന്നിട്ടും എനിക്ക് പിമ്പിൾസ് വന്നു. ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പ്ലമ്മിൻ്റെ തന്നെ സൺസ്ക്രീൻ ആണ്. ഈ സൺസ്ക്രീൻ നൈസാണ്, ഉപയോഗിക്കാൻ അടിപൊളിയാണ്. പക്ഷേ ഇത് ഓയിലി സ്കിന്നിന് ഉപയോഗിച്ചാൽ എത്രത്തോളം വർക്കാകും എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ഇതെന്ന് പറയുന്നത് 2% നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. ഇതിൽ THH ടാൻ റിഡക്ഷനും 4 മണിക്കൂർ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടും ഇത് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ SPF 50 PA++++, 4 പ്ലസ് ഉണ്ട്, വിത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺ ഫിൽറ്റേഴ്സ്. ആക്ച്വലി ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺ ഫിൽറ്റേഴ്സ് നമ്മൾ റീസെൻ്റ്ലി കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇൻക്ലൂഡഡ് ആണെന്നും പറഞ്ഞിട്ടൊരു സൺസ്ക്രീൻ ഞാൻ കാണുന്നത് ഇതുപോലൊരു അടപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരു തിക്കായിട്ടുള്ള, എന്നാൽ ഒരു ലിക്വിഡി അല്ല, എന്നാൽ ഒരു ഓവർ തിക്കും അല്ല, അതിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്ന ഒരു ക്രീമായിട്ടാണ് വരുന്നത്. ഇതിൽ 50 ഗ്രാമാണ് വരുന്നത്. 50 ഗ്രാമിന് 399 രൂപയാണ്. പിന്നെ ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഇത് ഇട്ട് കഴിയുമ്പോൾ, ചില സൺസ്ക്രീൻ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് തോന്നും. ഒരു ബ്രൈറ്റ്നെസ് അല്ല, ഫേസിൽ ഒരു ജീവൻ വന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഗ്ലോ വന്ന പോലെ, ആ ഒരു സാധനം ഈ ഒരു സൺസ്ക്രീൻ വർക്കാവുന്നുണ്ട്. അതങ്ങനെ വർക്കാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സൺസ്ക്രീൻ വലിയൊരു ഉപദ്രവകാരിയല്ല, എന്നാൽ പോലും ഒരു ഓയിലി സ്കിന്നിന് ഉപയോഗിക്കുമ്പം അവർക്ക് എപ്പോഴും ഗ്ലോ തരുന്ന സാധനമൊക്കെ പണി തരും. കാരണം ഗ്ലോ എന്ന് പറയുമ്പോൾ മീൻസ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഓയിലി ആവും. അങ്ങനെ ഓയിലി വരുമ്പം നമുക്ക് പിന്നെയും പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇപ്പോൾ ഓയിലി സ്കിന്നാണ്, എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. വേറൊരാൾക്കും ഓയിലി എക്സ്ട്രീം ആക്നേസ് ഒക്കെ വരുന്ന എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ള സ്കിന്നുണ്ടാവും. പക്ഷേ എനിക്ക് വർക്കാവുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വർക്കാവുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഇതെങ്ങനെ വർക്കായോ എന്നുള്ള ബേസിസിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ സാധനം ഒരു ഡ്രൈ സ്കിന്നിന് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത്. കാരണം അത്യാവശ്യം അത് മോയ്സ്ചറൈസേഷനൊക്കെ കിട്ടും, അതുപോലെ തന്നെ ഒരു ഗ്ലോയും ഒക്കെ കിട്ടും, ഒരു മറ്റേ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് കുറച്ച് നാളത് നിർത്തി വെച്ചിട്ട് ഇത് പിമ്പിൾസ് വരുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചു. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിമ്പിൾസ് വരുന്നു. ചില ഏരിയയിൽ ഇങ്ങനെ കുരുകുരാന്ന് ഇങ്ങനെ പിമ്പിൾസ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തത്. വേറെ ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം കുറേ പേരൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്ന കണ്ടിട്ട് പോയി വാങ്ങിച്ചിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. നല്ലതാണെങ്കിലും കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ആ കുട്ടി ആ ഒരു ഫേസ് വാഷ് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ട്യൂബ് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇതുപോലെ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ പോയപ്പോൾ ഇതിൻ്റെ ചെറിയ ട്യൂബ് അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ട്യൂബ് വാങ്ങിച്ചിട്ട് പോയി പരീക്ഷിച്ചിട്ട് വലിയ ട്യൂബ് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ സാധനമൊക്കെ വേസ്റ്റ് ആയിപ്പോവും. അങ്ങനെ വലിയ ട്യൂബിൻ്റെ ചെറിയ ട്യൂബ് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ആ ചെറിയ ട്യൂബ് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കൊരു ട്രൈ ചെയ്ത് നോക്കണം. സംഭവം എന്തായാലും അടിപൊളിയായിരിക്കും. കാരണം റൈസ് വാട്ടർ ആണ്. പിന്നെ നിയാസിനമൈഡ് എന്ന് പറയുമ്പോഴേ ഒരു ഓയിലി സ്കിന്നിൻ്റെ ഇതാണ് മനസ്സിൽ വരുന്നത്. കാരണം ഓയിലി സ്കിൻ എന്ന് പറയുമ്പോഴേ പിമ്പിൾസ് ആണ്. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ആക്നെ മാർക്സും സംഭവങ്ങളൊക്കെയാണ്, സ്കാർസും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓയിലി സ്കിന്നാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ആസ് ആൻ ഓയിലി സ്കിൻ ഗേൾ എന്നുള്ള നിലയിൽ എനിക്കിത് ഇങ്ങനെയാണ് വർക്കായത്. ചിലപ്പോൾ മേ ബി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് പിന്നെ കൂടുമെന്ന് അറിയില്ല. ഞാൻ പരീക്ഷിക്കാൻ നിന്നില്ല. പിന്നെ എനിക്ക് പിമ്പിൾസ് വരുന്ന സാധനങ്ങളൊന്നും ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കത്തില്ല. അവിടത്തെ വെച്ച് തന്നെ സ്റ്റോപ്പാക്കും. ഞാൻ കൂടുതലും
എൻ്റെ പ്രോഡക്ട്സും എല്ലാം ഞാൻ മാറ്റ് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു ബാലൻസിൽ ഓവറായിട്ട് കുരുവൊന്നും വരാതെ ഇതുവരെ രക്ഷിച്ച് പോന്നേക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ പിമ്പിൾസായിട്ടേ വരാറുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്ട്സ് വേണമെങ്കിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആവും. സോ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്താലേ ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലേ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഓൺ ആക്കിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മറക്കാതെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.